നമുക്ക് 2 ദിവസത്തേക്ക് ഉപയോഗിക്കാൻ ഒരു 10 രൂപ തക്കാളിയും 10 രൂപ സവാള ആ റേഞ്ചിൽ 10 രൂപ തക്കാളി തന്നത് കാണും. അത്രയും അയ്യോ ഇത് 2.5 കിലോയ്ക്ക് മേലുണ്ട് കേട്ടോ. 10 രൂപക്ക് തന്നേക്കുന്നതാണ്. എന്താ സവാള അതുപോലെ 10 രൂപക്ക് 2 കിലോ അടിപൊളി. അതും ഡയറക്റ്റ് നമ്മളെന്തായാലും പോയ പച്ചക്കറി തോട്ടമില്ലേ അവിടുന്ന് ആ പച്ചക്കറി തോട്ടങ്ങളിൽ നിന്ന് ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് അവിടെ നമ്മൾ പോയി മേടിച്ച് ഈ തോട്ടത്തിൽ പോയി തോട്ടത്തിൽ നിന്ന് അവിടെ കിട്ടുക ഇതിലും വിലക്കുറവായിരിക്കും. അടിപൊളി നല്ല ഫ്രഷ് പച്ചക്കറി. ഹായ്, ഇന്നപ്പോൾ ജൂൺ 19. ഇവിടെ വന്നിട്ട് ഒരു 10-15 ദിവസമായി. എല്ലാം അടിപൊളിയാണ്. ഫുഡൊക്കെ കറക്റ്റ് സെറ്റാണ്. താമസം ഇന്നൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഈ റൂമില്ലേ, നമ്മൾ ഇത്ര ദിവസം ഇവിടെ ആയിരുന്നു. ഇത് റൂമിൽ നേരത്തെ ഉണ്ടായിരുന്ന പുള്ളിയുടെ സാധനങ്ങൾ. ആ പുള്ളി ഇന്ന് തിരിച്ചു വരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തൊട്ടപ്പുറത്തെ റൂമുണ്ട്. ആ റൂം വെറുതെ
കാലിയാണ്. പക്ഷേ ആ റൂമിൽ ഫാനും ടി വിയും കാര്യങ്ങളൊന്നുമില്ല. ഈ റൂമിലാണെങ്കിൽ കിച്ചണും എല്ലാം ഉണ്ടായിരുന്നു. അതാണ് ഇവിടുത്തെ കിച്ചൺ. ടി വി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പുറത്തെ റൂമിൽ ഈ സൗകര്യങ്ങളില്ല, അത് വേക്കൻ്റായി കിടന്ന റൂമാണ്. നമ്മൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. നമ്മൾ ഒരു 4 ദിവസം കൂടി ഇവിടെ ഉണ്ടാവുള്ളൂ. 4 ദിവസം കൊണ്ട് ഇവിടുന്ന് പോകും. സൈക്കിളൊക്കെ കഴുകി, എൻ്റെ കഴുകി വെച്ചിട്ടുണ്ട്. അവൻ്റെ അവൻ കഴുകിക്കൊണ്ടിരിക്കും. ഹായ്. അപ്പം ഇന്ന് ജൂൺ 21. നമ്മളിവിടെ വന്നിട്ട് 22 ദിവസമായി. 22 ദിവസമായി. അപ്പോൾ അപ്പുറത്തെ റൂമിൽ പ്രത്യേക ഷിഫ്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു, കിട്ടി, പാസ് കാര്യങ്ങളൊക്കെ റെഡിയാണ്. സൈക്കിൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ DTDC പോയി ചോദിച്ച്, അപ്പോൾ അവിടെ പറയുന്ന ഒരു സൈക്കിളിന് 9,000 എക്സ്പെൻസ് ആവും നമ്മൾ പാഴ്സൽ ചെയ്യുവാണെങ്കിൽ, സൈക്കിൾ മാത്രം. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ട്രെയിനിൽ ഇതിന് നമ്മുടെ കൂടെ തന്നെ കയറ്റുക എന്നുള്ള പരിപാടിയിലായി. അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ട്രെയിനിൽ ഉപയോഗിക്കാൻ ബ്രെഡ് മേടിച്ചിട്ടുണ്ട്. പിന്നെ സാനിറ്റൈസർ ഉണ്ട്, സ്പ്രേ ചെയ്യാൻ. നമ്മൾ സീറ്റൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വേണം. പിന്നെ മാസ്ക് മേടിച്ചിട്ടുണ്ട്, ഗ്ലൗ മേടിച്ചിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അംബാലയിൽ നിന്ന് ആദ്യം നിസാമുദ്ദീൻ പോയി ഇറങ്ങണം. അംബാലയിൽ നിസാമുദ്ദീനിലേക്ക് ഒരു 4-5 മണിക്കൂർ യാത്ര. അതായത് ഇവിടുന്ന് നാളെ വെളുപ്പിന് 2 മണി, അതായത് രാത്രി കയറും. എന്നിട്ട് രാവിലെ 7 മണിക്ക് നിസാമുദ്ദീൻ കയറും. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ സൈക്കിളും പാഴ്സൽ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സൈക്കിൾ അവിടെ നിന്ന് ഇറക്കിയിട്ട് അടുത്ത നിസാമുദ്ദീനിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിനിൽ, നമ്മൾ പോകുന്ന ട്രെയിനിൽ തന്നെ സൈക്കിളും പാഴ്സൽ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നടക്കുകയുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. നമ്മളിപ്പോൾ പോയി എല്ലാ സാധനങ്ങളൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അത്യാവശ്യം റാപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മൊത്തം റാപ്പ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് റാപ്പ് ചെയ്തോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരു രാത്രി ഒരു 9 മണിയോടുകൂടി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ബൈബർ ഇറങ്ങും. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയത് ഒരു ഫെബ്രുവരി 22-ാം തീയതി. യാത്ര അവസാനിക്കുന്നത് ഒരു 22-ാം തീയതി, ജനുവരി 22. നാളെ ജനുവരി 22 നമ്മൾ ഇവിടെ പോകും. അപ്പം ഇനി ട്രെയിനിലുള്ള സീനുകളും എന്താണ് കൊറോണ സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. ഇന്നൊരു രാത്രി 2 മണി തൊട്ട് ട്രെയിനിലായിരിക്കും. അപ്പോൾ ഓക്കെ.